രണ്ട് കാലിലും ഒരുപോലെ നീര് വരുന്ന കണ്ടീഷൻ. ഇത് സാധാരണ ഒരു പ്രായം കഴിഞ്ഞവരിൽ വരികയാണെങ്കിലും ചെറുപ്പക്കാരിലും ഇന്ന് പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞുതരാം. നമ്മൾ ഒരുപാട് നേരം കാല് തൂക്കിയിട്ടിരുന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കാലിൽ നീര് വരാം. നിങ്ങളുടെ ശരീരത്തിലെ പ്രോട്ടീൻ വളരെയധികം കുറവാണെന്നുണ്ടെങ്കിലും പാദത്തിന് നീര് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വെള്ളം കുടിയുടെ അളവ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ പാദത്തിൽ നീര് വരാൻ സാധ്യതയുണ്ട്. ഉപ്പ് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നീര് വരാം. എന്നാൽ മൂത്രത്തിൽ പഴുപ്പ് ടെൻഡൻസി ഉണ്ടെങ്കിലും കാലിൽ നീര് വരാം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൃക്ക രോഗത്തിന്റെ ഒരു സാധ്യത ഉണ്ടെങ്കിലും, വൃക്കയുടെ പ്രവർത്തനം കുറഞ്ഞു വന്നാലും പാദത്തിൽ നീര് വന്നു എന്ന് വരാം. നിങ്ങൾക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ, കാലിലെ ഞരമ്പുകൾ തടിച്ചു കിടപ്പുണ്ടെങ്കിലും രക്തഓട്ടത്തിന്റെ പ്രോബ്ലം കൊണ്ട് പാദത്തിൽ നീര് വരാൻ സാധ്യതയുണ്ട്. അമിതമായി യൂറിക് ആസിഡ് ലെവൽ രക്തത്തിൽ ഉയർന്നാലും പാദത്തിൽ നീര് വരാം. പ്രമേഹ രോഗം കൺട്രോൾ അല്ലെങ്കിൽ പാദത്തിൽ നീര് വരാം. അമിതവണ്ണം ഉണ്ടെങ്കിൽ നീര് വരാം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആർത്രൈറ്റിസ് ടെൻഡൻസി ഉണ്ടെങ്കിൽ നീര് വരാം. ഹൃദ്രോഗത്തിന്റെ സാധ്യതയും കാണുന്നുണ്ട്. കരട് രോഗത്തിനും കാലിൽ നീര് കാണും.